ഇനി ഓരോരുത്തർക്കും നക്ഷത്രപ്രകാരമുള്ള പൊതുഫലങ്ങൾ പറയാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരെയും ജാതകം നോക്കി പറയുന്നൊരു സംവിധാനമല്ല. ഈ ഒരു വർഷലക്ഷണം എന്ന് പറയുന്ന ഈ ഒരു അധ്യായത്തിൽ ഇതിനെ സംക്രമങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഗണിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ ഈ വർഷം പൊതു നക്ഷത്രമായിട്ടുള്ള ഫലം പറയാം. ഉത്രം, അത്തം, ചിത്ര എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് പ്രായേണ ഈ മേടമാസം 1-ാം തീയതി ഏപ്രിൽ 14-ാം തീയതി മുതൽ ഒരു വർഷത്തേക്ക് ദേഹാസ്വാസ്ഥ്യം വർദ്ധിക്കും. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ വളരെ നിയന്ത്രണം വേണ്ടതാണ്. ആലോചനക്കുറവ് കൊണ്ട് അബദ്ധം വന്നു ചേരുവാനിടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് അബദ്ധമായി തീരും. പല പ്രകാരത്തിലും മാനസിക സംഘർഷം വർദ്ധിക്കുവാനിടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം കുറയും. മാനസിക വിഭ്രാന്തി പല പ്രകാരത്തിലും വന്നു ചേരും. എല്ലാ പ്രകാരത്തിലും ക്ലേശങ്ങൾ വന്നു ചേരുന്നത് വഴി എല്ലാ പ്രകാരത്തിലും ആത്മനിയന്ത്രണം വേണം. ഈശ്വര ആരാധനകൾ നടത്തേണ്ടതുമാണ്. ഉത്രം, അത്തം, ചിത്ര എന്നീ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. ചോതി മുതൽ പൂരാടം വരെയുള്ള നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈശ്വര ആരാധനകളാൽ സർവ്വവിധത്തിലുള്ള കാര്യസാധ്യങ്ങളും കൈവന്നു ചേരും. സ്ഥാനമാനങ്ങൾ, പ്രതാപം, സൗഖ്യം, ഐശ്വര്യം, സ്വസ്ഥത, സമാധാനം, ആരോഗ്യം, സർവാർത്ഥ ലാഭം അങ്ങനെ തുടങ്ങിയതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള അനുകൂലമായ ഫലങ്ങളും അനുഭവഫലങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. ചോതി മുതൽ പൂരാടം വരെ നക്ഷത്രക്കാരുടെ ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം എന്നീ നക്ഷത്രങ്ങളുടെ ഫലമാണ് ഇപ്പറഞ്ഞത്. ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് കുടുംബത്തിൽ അകാരണ കലഹം ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നത് വഴി വിദഗ്ധ ചികിത്സയും വേണ്ടിവരും. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുവാനിടയുണ്ട്. മാനഹാനി ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ദാമ്പത്യപരമായിട്ടുള്ള അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും. തൊഴിൽ നഷ്ടപ്പെടുവാനിടയുണ്ട്. അകാരണ ഭയത്താൽ മനോവിഷമം അനുഭവപ്പെടും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരും. ചതയം മുതൽ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, ചതയം, പോരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സൽകീർത്തി, സജ്ജനപ്രീതി, സ്ഥാനമാനങ്ങൾ, സതുദ്യോഗലാഭം, വിദേശ ഭാഗ്യം, സമ്പൽ സമൃദ്ധി, കുടുംബസൗഖ്യം, ആഗ്രഹ സാഫല്യം എന്നിവ ഉണ്ടായിത്തീരും. അവരവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. പുതിയ ഗൃഹനിർമ്മാണം സാധിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അഗ്നി ആയുധ ഭീതി, ത്വഗ് രോഗം, അപകടങ്ങൾ, പകർച്ചവ്യാധി, മാനസിക വ്യഥകൾ, ശത്രുഭീതി, അലസത, ഉന്മേഷക്കുറവ്, ഉൾഭയം എന്നിവ ഉണ്ടായിത്തീരും. തിരുവാതിര മുതൽ പൂരം വരെയുള്ള നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് രാജബഹുമാന്യത, സൽകീർത്തി, കുടുംബ സൗഖ്യം, പ്രതാപം, കർമ്മ, വ്യാപാര, വ്യവസായ മേഖലകളിൽ അഭിവൃദ്ധി, സ്ഥാനമാനങ്ങൾ, സർവാർത്ഥലാഭം, കാര്യസാധ്യങ്ങൾ എന്നിവ ഉണ്ടായിത്തീരും. ഇനി ആരോഗ്യം, അനാരോഗ്യം, സമമായിട്ടുള്ള നില എന്നിവ പറയാം. ആരോഗ്യപരമായിട്ട് കാർത്തിക, മകയിരം, പൂയം, പൂരം, അത്തം, വിശാഖം, മൂലം, ഉത്രാടം, ചതയം, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ആരോഗ്യം വളരെ അനുകൂലമായി തീരും. അഥവാ രോഗാവസ്ഥകളിൽ നിന്നും വിമുക്തി നേടുവാനിടയുണ്ട്. നിസ്സാര ചികിത്സകളെ കൊണ്ട് വളരെ ആരോഗ്യവാനായി സൗഖ്യമായി വസിക്കുവാനുള്ള യോഗമുണ്ട്. അശ്വതി, രോഹിണി, പുണർതം, ആയില്യം, ഉത്രം, ചോതി, അനിഴം, പൂരാടം, അവിട്ടം, പോരോരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ആരോഗ്യം വളരെ കുറഞ്ഞിരിക്കും. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ഭരണി, തിരുവാതിര, മകം, ചിത്ര, തൃക്കേട്ട, തിരുവോണം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ആരോഗ്യവും അനാരോഗ്യവും തുല്യമായിരിക്കുവാനാണ്
സാധ്യത കാണുന്നത്. ഇനി സാമ്പത്തികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ. സാമ്പത്തികമായിട്ട് വരവ് ചെലവ് തുല്യമായിട്ടുള്ള അവസ്ഥ. കാർത്തിക, പുണർതം, പൂരം, ചോതി, മൂലം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വർഷം എല്ലാ പ്രകാരത്തിലും അനുകൂലമായി തീരും. തൊഴിൽ മേഖലകളിൽ നിന്ന് സാമ്പത്തികമായ പുരോഗതി കൈവന്നു ചേരുവാനിടയുണ്ട്. അശ്വതി, മകയിരം, ആയില്യം, അത്തം, അനിഴം, ഉത്രാടം, പൂരോരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ചെലവ് വർദ്ധിക്കുന്നത് വഴി വളരെ നിയന്ത്രണം വേണ്ടതാണ്. അഥവാ ചെലവിനങ്ങളിൽ എല്ലാ പ്രകാരത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ്. ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, മകം, ഉത്രം, ചിത്ര, വിശാഖം, തൃക്കേട്ട, പൂരാടം, തിരുവോണം, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വർഷം സാമ്പത്തികമായിട്ടുള്ള അവസ്ഥാവിശേഷം അഥവാ വരവും ചെലവും തുല്യമായിരിക്കും എന്നതാണ് പറയേണ്ടത്. ഈ വിഷു മുതൽ ഒരു വർഷത്തേക്ക് 2014 ആണ്ട് ഏപ്രിൽ മുതൽ 2015 ആണ്ട് ഏപ്രിൽ വരെ ഈ വിഷുഫലം സർവർക്കും നന്മകൾ നേരുവാനായിട്ടും സൗഖ്യം നേരുവാനായിട്ടും ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.